നമസ്കാരം. അമേരിക്കയിൽ മഴ പെയ്താൽ നമ്മൾ ഇവിടെ കുട പിടിക്കണോ? കുട പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തണം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എനിക്ക് തോന്നുന്നു 4 ദിവസമായെന്ന് തോന്നുന്നു. തുറമുഖം ഇത്രയധികം ജനങ്ങൾ ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു, വിശദീകരിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേർ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ എന്തായിക്കോട്ടെ, അതിന്റെ ഔട്ട്കം എന്തായാലും നമുക്കറിയാൻ പറ്റുമല്ലോ. ഇത്രയും ഈ വിഷയത്തിൽ ഇത്രയും താല്പര്യമുണ്ടാക്കാൻ ഈ സാഹചര്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളിടത്ത് ഇനി ലോകം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമുക്കിവര് നമ്മുടെയൊക്കെ ഇത്രയും ഒരു കോടി 13,000 കോടി ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 19,000 കോടി അദാനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അവര് ഓൾറെഡി 2,500 ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടുള്ളൊരു അങ്കലാപ്പാണ് ഇപ്പൊ നമുക്ക്. ഇതൊക്കെ എന്താണ് സംഭവം? ഈ കോടികൾ ശരിയാണോ? 49%, 27%, 67%. ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകൾ, വസ്തുതകൾ, വലിയ സംഖ്യകൾ ഒക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടിയ ഒരു അപൂർവ അവസരമാണ് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നില്ല. നമ്മുടെ തുറമുഖത്തിന്റെ കണക്കുകൾ ഇനി ഗവൺമെന്റ് ഒരു ഹൈ പവർ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അവർ പഠിച്ചിട്ട് അവർ ജനങ്ങളോട് പറയട്ടെ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയട്ടെ. ഞാൻ കൂടുതലും മറ്റു ചാനലുകൾ വഴി എനിക്കറിയാവുന്ന, എനിക്ക് ആരുടെയും സോഴ്സിൽ നിന്ന് കിട്ടുന്നതല്ല, ഒരു സാമാന്യ യുക്തി, സാമാന്യ ബോധം, സാമാന്യ അറിവിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ പരിശോധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സെയിലിംഗ് കമന്ററിയിലൂടെയും അല്ലാതെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ കുറച്ചുകൂടി ഈ ആഗോളതലത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ അമേരിക്കയിൽ മഴ പെയ്താൽ നമ്മൾ അറിയണം അവിടെ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ, എത്ര മഴ പെയ്തു. യൂറോപ്പിലെ ചൂടൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയിൽ നമുക്ക് തുല്യമായ ഒരു സംഭവം ഈ ദിവസങ്ങളിൽ 2 ദിവസം മുമ്പ് ബുധനാഴ്ച ഒരു തീരുമാനം എടുത്തു കാണാൻ സാധ്യതയുണ്ട്. FedEx nears $1.4 billion deal to sell logistics unit to CMA CGM. കപ്പൽ കമ്പനിയാണ്, നമ്മുടെ കപ്പൽ മേഖലയിലാണ്. കപ്പൽ കമ്പനി അമേരിക്കയിൽ നമ്മുടെ അതേ തുക 13,000 കോടി 14,000 കോടി എന്ന് പറയാവുന്ന കറക്റ്റ് തുക ഫ്രഞ്ച് കമ്പനിയായ CMA CGM അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2 കാര്യങ്ങൾ ഒരുപോലെ സംഭവിക്കുന്ന വളരെ അപൂർവത ഇതിനകത്തുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെന്തിനാണ് ഈ അമേരിക്കയിലെ CMA CGM പോയി ഫെഡക്സിന്റെ ഷെയർ എടുക്കുന്നത്? ഷെയർ എടുക്കലല്ല, ഇത് വാങ്ങുകയാണ്. മൊത്തത്തിൽ ഔട്ട്റൈറ്റ് പർച്ചേസാണ്. എന്തിനു നമ്മളത് പഠിക്കണം? ഒരു മലയാളിയാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. സെയിലിംഗ് കമന്ററി പറഞ്ഞിട്ടുണ്ട്. ഒരു മലയാളിയാണ്, രാജ് സുബ്രഹ്മണ്യം. പറയാൻ കാരണം, ദയവ് ചെയ്ത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ എല്ലാവരും, ഏതെങ്കിലും ഒരു പ്രത്യേക എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്നല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ശ്രീ രാജ് സുബ്രഹ്മണ്യത്തെ ഒന്ന് വിളിച്ച് ഒന്ന് വാട്സാപ്പിൽ ഇവിടെ നടക്കുന്ന കാര്യം ശരിയാണോ ഇല്ലയോ ഒന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഫെഡെക്സ്. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന കമ്പനിയാണ് ഫെഡെക്സ്. അത് മൊത്തമായിട്ട്, അതിലെ ഫെഡെക്സ് മൊത്തമല്ല, അതിന്റെ ഒരു പ്രത്യേക വിങ്, സപ്ലൈ ചെയിൻ വിങ് മൊത്തമായിട്ട് ഫ്രഞ്ച് കമ്പനി വാങ്ങി. അത് ആ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് കണ്ടെയ്നർ ഷിപ്പിംഗ് ഗ്രൂപ്പ് CMA CGM മൂന്നാമത്തെ കമ്പനിയാണ് ലോകത്തിലെ. MSC, Maersk, CMA CGM. ഫ്രഞ്ച് കണ്ടെയ്നർ ഷിപ്പിംഗ് ഗ്രൂപ്പ് CMA CGM is nearing a deal to buy, നമ്മളിവിടെ ഷെയർ വിൽക്കുകയല്ലേ, ഇത് ബൈ മൊത്തത്തിലേക്ക് വാങ്ങുകയാണ്. ടു ബൈ ഫെഡെക്സ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ബിസിനസ്. അതാണ് ഫെഡെക്സിന്റെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക് ബിസിനസ് ഫോർ $1.4 billion ഇൻ ക്യാഷ്. നേരിട്ട് പണം കൊടുത്ത് വാങ്ങുകയാണ്. ഫർദർ സ്ട്രെങ്തനിങ് ഇറ്റ്സ് ഫുട് ഹോൾഡ് ഇൻ ദ US സപ്ലൈ ചെയിൻ. ഫ്രഞ്ച് കമ്പനി അമേരിക്കയിൽ ആധിപത്യം എന്നൊന്നും പറഞ്ഞാൽ നമുക്കിവിടെ ചിലപ്പോൾ പേടി വരും. അവരങ്ങ് മൊത്തമായിട്ട് ആ മേഖലയിൽ കൈയടക്കാൻ പോവുകയാണ്. റഡോൾഫ് സാദെ, അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്? റഡോൾഫ് സാദെ, പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല. ഹാസ് ഓൾസോ ഇയർമാർക്ഡ് US growth as a priority for the world's third largest container liner. നമ്മൾ ഈ വാക്ക്, ഈ വരി നമ്മൾ MSCയെ നമ്മൾ വിചാരണ ചെയ്യാൻ നിൽക്കുന്നവർ
CMA-CGM പറയുന്നതാണ് ഇയർമാർക്ഡ് US ഗ്രോത്ത് ഉറപ്പാക്കുന്നതാണ് ഈ കരാറിലൂടെ അവര് ലക്ഷ്യം വെക്കുന്നത്. ഹി പ്ലഡ്ജ്ഡ് ഇൻ ആൻ ഓവൽ ഓഫീസ് മീറ്റിംഗ്. പ്രസിഡന്റുമായിട്ടാണ് ഈ നമ്മുടെ ഇവിടെ ഈ MSC എന്ന് പറയുന്ന കമ്പനി ഇത്രയും നിക്ഷേപിക്കാൻ പോകുമ്പോൾ അവരെ അനാവശ്യമായ വാക്കുകൾ, ഞാൻ വാക്കുകളൊന്നും പറയുന്നില്ല, വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ പ്രധാന പങ്ക് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നയാളെ ഓവൽ ഓഫീസിൽ വിളിച്ചു വരുത്തി സ്വീകരിച്ച് കാപ്പിയും ചായയും കൊടുക്കുന്നു. He pledged in an Oval Office meeting with President Donald Trump last year to invest $20 billion over 4 years. 4 വർഷക്കാലത്തിനിടയ്ക്ക് $20 billion ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കരാറാണ്. Helping to revive the US maritime sector and create 10,000 jobs. അമേരിക്കയുടെ മാരിടൈം മേഖലയെ സജീവമാക്കുന്നതിന് പുറമെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ കരാറിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. ആരെങ്കിലും നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ചോദിച്ചോ MSC ഇത്രയും നിക്ഷേപിക്കുന്നു, നിങ്ങൾ എത്ര തൊഴിലവസരമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ഒരാളെങ്കിലും അവരോട് ചോദിച്ചോ? അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നോ? അപ്പോൾ ഇത്രയും കരാറുമായിട്ട് മുന്നോട്ട് പോകുന്ന അമേരിക്കയിൽ ഇത്രയും വികസിച്ച, ഇത്രയും സാമ്പത്തിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യം വരുന്ന ഇൻവെസ്റ്റേഴ്സിനോട് കൃത്യമായ വ്യവസ്ഥയാണ് ചോദിക്കുന്നത്. എത്ര തൊഴിലവസരം ഉണ്ടാക്കും, അതാണ് അവർക്ക് അറിയേണ്ടത്. അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി എല്ലാ സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നു. ആ ലിസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. 150 വെയർഹൌസ്, അമേരിക്ക മുഴുവനുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 150 വെയർഹൌസുകൾ, 34 മില്യൺ സ്ക്വയർ ഫീറ്റ് വെയർഹൌസ് സ്പേസ്, 3,40,00,000, 34 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള 150ഓളം ആഗോള നിലവാരമുള്ള വെയർഹൌസുകൾ മൊത്തമായിട്ട് ഫ്രഞ്ച് വിദേശ രാജ്യത്തെ കമ്പനിക്ക് കൊടുക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് കേരളത്തിന്റെ സാഹചര്യത്തിൽ? അതോടൊപ്പം ഫെഡെക്സിന്റെ 10,000 ജീവനക്കാരെയും അവർക്ക് കൊടുക്കുകയാണ്. അവരെ ഏറ്റെടുക്കുകയാണ്, അവർക്ക് കൊടുക്കുകയല്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നതും അവരുടെ വെൽഫെയറും എല്ലാം CMA-CGMന്റെ സിവ എന്ന് പറയുന്ന കമ്പനി, CMA-CGMന്റെ ഓഫ്ഷോർ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. കമ്പൈൻഡ് സിവ പ്ലസ് ഫെഡെക്സ് സപ്ലൈ ചെയിൻ, ഈ രണ്ടു പേർക്കും കൂടെയാണ് 240 ലൊക്കേഷൻ, 240+ ലൊക്കേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. ഈ കരാറിലൂടെ CMA-CGMന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, അമേരിക്ക പോലെ ഒരു രാജ്യത്ത് 240 ലൊക്കേഷൻസിൽ 150 വെയർഹൌസുകൾ അടങ്ങുന്ന ഒരു വലിയ ആസ്തിയാണ് $1.4 ബില്യൺ കൈമാറുന്നത്. നമ്മുടെ ഇവിടത്തത് പോലെ തിരിച്ചേൽപ്പിക്കണ്ട, 40 വർഷം കഴിയുമ്പോഴും 60 വർഷം കഴിയുമ്പോഴും തിരിച്ചേൽപ്പിക്കേണ്ട, എന്നേക്കുമായിട്ട് ഫ്രഞ്ച് കമ്പനിക്ക് അമേരിക്ക കൈമാറുന്നു. എന്തിനു വേണ്ടി? അവിടെ 10,000 തൊഴിലവസരം സൃഷ്ടിക്കണം, അവരുടെ സാമ്പത്തിക മേഖല വളർത്തണം. ഫോർ ഫെഡെക്സ് ദ സെയിൽ വുഡ് അഡ്വാൻസ് ഇറ്റ്സ് എഫേർട്സ് ടു റീഫോക്കസ്. ആര് പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം മലയാളി രാജ് സുബ്രഹ്മണ്യം പറയുന്നു, ഫോർ ഫെഡെക്സ് ദ സെയിൽ വുഡ് അഡ്വാൻസ് ഇറ്റ്സ് എഫേർട്സ്. അവരുടെ എഫേർട്സ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടു റീഫോക്കസ്, അവരുടെ കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി ഫോക്കസ് ആക്കാം. ഈ ഇത്രയും വലിയൊരു ആസ്തി കൈമാറുന്നതിലൂടെ ടു റീഫോക്കസ് ഓൺ ഇറ്റ്സ് കോർ എയർ ഗ്രൗണ്ട് ഡെലിവറി നെറ്റ്വർക്ക്. അവരുടെ കോർ മേഖലയായ ആകാശത്തൂടെയും കരയിലൂടെയും എയർ ഗ്രൗണ്ട് ഡെലിവറി നെറ്റ്വർക്ക്, അതിൽ അവർക്ക് ശ്രദ്ധിക്കാൻ, അതിൽ അവർക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആകാൻ അവസരം നൽകുന്നതാണ് ഈ കരാർ, ഈ കൈമാറ്റം എന്ന് മലയാളിയായ ശ്രീ രാജ് സുബ്രഹ്മണ്യം പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കോൺട്രവേഴ്സി എന്തോ ആയിക്കോട്ടെ, ഇനി എന്താണ് അദാനി ചെയ്തിരിക്കുന്നതെന്നെല്ലാം ഈ പുതിയ കമ്മിറ്റിയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അവർ കൊണ്ടുവരട്ടെ. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ, നമ്മുടെ പഴയ DGPയുടെ മകനാണ് അദ്ദേഹം, മുൻ DGP സുബ്രഹ്മണ്യൻ സാറിന്റെ മകനാണ്, നമ്മുടെ ഇവിടുത്തെ കോളേജുകളിലും ലയോള സ്കൂളിലും ഒക്കെ പഠിച്ച ആളാണ്. നിങ്ങളൊന്ന് അദ്ദേഹവുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം. മലയാളിയല്ലേ? ഇത്രയും വലിയ 13,000 കോടി രൂപ ഇവിടെ അദാനി നിക്ഷേപിച്ച് നമ്മളെയൊക്കെ കബളിപ്പിച്ച് വിഴിഞ്ഞം തുറമുഖം തന്നെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നത് ഈ സമയത്ത് വളരെ നന്നായിരിക്കും. അങ്ങനെ അവരുടെ കാഴ്ചപ്പാട് അവരുടെ കോർ മേഖലയിൽ
ശ്രദ്ധ ചെലുത്താൻ അവർക്ക് ഈ കരാർ സഹായിക്കുന്നു. അത് തന്നെയാണ് സെയിലിംഗ് കമ്പനിയും ഈ കരാറിലൂടെ പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ടെയ്നറുകൾ, ഗുഡ്സ്, കാർഗോ എൻഷ്വേർഡായി. 57 ലക്ഷം കാർഗോ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം MSCക്കാണ്. അത് MSC കൊണ്ടുവരാം, മാസ്ക് കൊണ്ടുവരാം, CMA-CGM കൊണ്ടുവരാം, എവർഗ്രീൻ കൊണ്ടുവരാം. അതെല്ലാം MSC കോർഡിനേറ്റ് ചെയ്ത് മറ്റെല്ലാ കമ്പനികളെയും ഇവിടെ കൊണ്ടുവന്ന് 57 ലക്ഷം കണ്ടെയ്നർ ഇവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേരള സർക്കാർ വിസിൽ പരിശോധിക്കേണ്ട വിഷയം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫെഡെക്സിന്റെ കരാർ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പുതിയ ബോധ്യം. അത്തരം വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ഭാവി 57 ലക്ഷം കണ്ടെയ്നർ വരുമെന്ന് ഉറപ്പായി കഴിയുമ്പോൾ കേരള സർക്കാരിന് വിസിലിന് അടുത്ത എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാം. അതാണ് മോർ ഫോക്കസ്ഡ്. ഇവര് നമ്മുടെ എക്സ്പാൻഷന്റെ മേഖലയിലോട്ട് കടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. പോർട്ടിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും എല്ലാ ഘട്ടവും കൂടി അദാനിയുടെ കരാറിന്റെ ഫലമായിട്ട് 57 ലക്ഷം കണ്ടെയ്നർ 2028 എത്തുന്നത്, ആ വലിയ ടാർഗറ്റിന്റെ തലവേദന അവർ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് റിലീവ്ഡ് ആവേണ്ടതാണ്. ഗവൺമെന്റും വിസിലും ഒക്കെ റിലീവ്ഡ് ആയിട്ടുണ്ട്. അവര് ലാൻഡ് സൈഡിലും ഫർദർ ട്രിവാൻഡ്രം ഓഫ് ഷോർ പോർട്ട് പ്രോജക്റ്റിലും അങ്ങനെയുള്ള പുതിയ പുതിയ മേഖലകളിലോട്ട് കടക്കാൻ അവർക്ക് ഫോക്കസ്ഡ് ആകാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് അദാനിയുടെ ഈ കരാർ നീക്കത്തിലൂടെ എനിക്ക് തോന്നിയ പോസിറ്റീവ് വശം.